ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു അടിപൊളി കറിയുമായിട്ടാണ് കേട്ടോ. അടിപൊളി കറി എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ കോളിഫ്ലവറും കടലയും ഉപയോഗിച്ചുള്ള ഒരു പ്രത്യേകതരം കറിയാണ് കേട്ടോ. അപ്പോൾ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകവും നല്ലതുപോലെ പൊട്ടി വരണം. ആ സമയം നമുക്ക് ഒരു വലിയ സവാളയാണ് കേട്ടോ അരിഞ്ഞത്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം. ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കും. ഒരു 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1 കപ്പ് കോളിഫ്ലവറാണ് ഉപ്പും മഞ്ഞളും ഇട്ട് വെള്ളത്തിലിട്ട് കഴുകിയൊക്കെ എടുത്ത് ഒരു കപ്പ് കോളിഫ്ലവർ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് ഇടേണ്ടത് തക്കാളിയാണ്. 2 വലിയ തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയും ഒന്ന് വഴന്ന് വരണം. വഴന്ന് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കിതിൽ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ ഉപ്പ് ഇതുവരെ ഇട്ട് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം എരിവുള്ള മുളകല്ല, കാശ്മീരി ചില്ലിയും സാദാ ചില്ലിയും കൂടെ ചേർന്നുള്ള മുളക് പൊടിയാണ്. അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ കുരുമുളക് ചേർക്കുന്നില്ല, കുരുമുളക് ചേർക്കാതെയുള്ള കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും പൊടികൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ കോളിഫ്ലവറൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് സമയം മതി, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കോളിഫ്ലവറൊക്കെ വെന്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ആദ്യമേ ഇട്ട് കൊടുക്കാനായിട്ടൊന്ന് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കാണ് ഇട്ട് കൊടുത്തത്. എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള കറിയായിരുന്നു. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് കടല, നമ്മൾ പുഴുങ്ങി വെച്ചതാണ്, വേവിച്ച് വെച്ച കടലയാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയും ഒരു സാധനം കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ തേങ്ങ അരച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത്. വെറും തേങ്ങ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല കേട്ടോ. തേങ്ങ മാത്രമാണ് അരച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഞാനത് തുറന്ന് നോക്കി. കറിയൊക്കെ നല്ല വറ്റി കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇന്ന് ചപ്പാത്തിയാണ്, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ടാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ചപ്പാത്തിക്കും ദോശയ്ക്കും ചോറിനും എന്തിനും കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റിലുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ. ഓക്കെ, താങ്ക് യു.